നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോർട്സ്മൗത്തിലെ വാട്ടർലൂവിൽ ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കേട്ടോ. നമുക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കേരളത്തിലെ ഭക്ഷണം മാത്രം കിട്ടുന്ന റെസ്റ്റോറൻ്റാണ് ഫ്ലേവർ ഫിയസ്റ്റ എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടുന്നത് ഈ റോക്ക്ഫീൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു സ്ഥലത്താണ് നമുക്ക് പാർക്കിംഗ് കിട്ടുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. നമുക്ക് ഫ്ലേവർ ഫിയസ്റ്റയ്ക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്ന് നോക്കാം. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർ പാർക്ക്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഏകദേശം സമയം 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. ഈ വഴിയെ നടന്ന് വന്നിറങ്ങുന്നത് ഈ ഒരു ഹൈ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് അവിടെയൊക്കെ കുറേ പാർക്കിങ്ങുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പ്രൈം ലൊക്കേഷനിലാണ് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ, ഫ്ലേവർ ഫിയസ്റ്റ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ക്രിസ്മസ് ട്രീ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഉൾസൈഡ് വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് സീറ്റിങ്സ് കേട്ടോ. ഇത് നമ്മൾ കയറി വരുന്ന വഴിക്ക് ഇതിൻ്റെ അതിവിടെ ഒരു നെറ്റിപ്പട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ലെമൺ ജ്യൂസാണ് ഇഷ്ടം. ഇനി ഞാൻ വീട്ടിൽ വരുന്ന ലെമൺ ജ്യൂസ് ഉണ്ടാക്കി പണിയുള്ളൂ. എൻ്റെ അമ്മ അതാ ചോദിച്ചത്. അവിടെ നമ്മളിങ്ങനെ കയറി വരുന്ന വാഷ് അങ്ങ് അറ്റത്തേക്കാണ് വരുന്നത് കേട്ടോ. വാഷിലോട്ട് പോകുന്ന വഴിക്കൊക്കെ അവർ നല്ല അടിപൊളി ഡെക്കോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സമയോടെ ഓർഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഡ്രിങ്ക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ വേണ്ടി തന്നെ മനുഷ്യനെ കൊതിപ്പിച്ച് കുടിപ്പിക്കുന്ന സ്കീമായത്. ബസ്സിനൊക്കെ വരുവാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ നല്ല സെറ്റായി പോവാം. മെനുവിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളത് ഇത്ര ഐറ്റം ആണ് കേട്ടോ. മെയിൻ കോഴ്സിലാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അൽഫാം, പെരി പെരി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് പറയുന്നത് ബനാന ഫ്രൈ വിത്ത് ബീഫ് കറി, പിന്നെ കിഴിപ്പൊറോട്ട, ചട്ടി പൊറോട്ട, മീൻ പൊള്ളിച്ചത്, കൂന്തൽ ഗീ റോസ്റ്റ്, ഞണ്ട് കറി, അങ്ങനെയുള്ള ഐറ്റംസാണ്. പിന്നെ മീൽസിൻ്റെ അകത്ത് ഇത് വെജ് കറി മീൽസ് ഉണ്ട്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ളത് അച്ചാൻ സ്പെഷ്യൽ മീൽസാണ്. ഞാനിപ്പോൾ ഓർഡർ ചെയ്ത അച്ചാൻ സ്പെഷ്യൽ മീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണവും പിന്നെ ഫിഷ് കറി മീൽസുമാണ് കേട്ടോ. പിന്നെ ദോശ ഐറ്റംസ്, പപ്പടം, പിന്നെ പിള്ളേർക്കുള്ളൊരു കിഡ്സ് മെനു ഒക്കെ ഉണ്ട്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുവേ ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നാണ് കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ഒരു ചെറിയൊരു പൈൻറ്റ് ബിയർ എടുത്തു കേട്ടോ. കോബ്ര കിങ് ഫിഷറിൻ്റെ ഗ്ലാസ്സിലടിക്കാം, വെറൈറ്റി ആയിക്കോട്ടെ. Cheers. ഇതാണ് നമുക്ക് അച്ചായൻ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള മീൽസ് കേട്ടോ. കുത്തരിച്ചോറ്, പിന്നെ പപ്പടം, അപ്പം, മുട്ട, എന്നടി സാമ്പാർ, മീൻകറി, പരിപ്പ് കറി, മെഴുക്ക് പുരട്ടി, അച്ചാറ്, ചമ്മന്തി, മീൻ. ഇത് നത്തലാണെന്ന് തോന്നുന്നില്ല മീൻ. ഇതാണ് കേട്ടോ അച്ചായൻ സ്പെഷ്യൽ മീൽസിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ്. സുമിക്ക് വന്നിട്ടുള്ള ഫിഷ് കറി മീൽസ് സെയിം ഐറ്റംസ് തന്നെയാണ്. അതിൻ്റെ അത് എന്തോ ഒരു ചെറിയ 2 ഐറ്റംസ് കുറവാണെന്ന് തോന്നുന്നതിൽ. സംഭവം കൊള്ളാം. കുറേ വെറൈറ്റി ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു നല്ല ഭംഗിയുണ്ട് എല്ലാം കൂടെ. പിന്നെ ഒത്തിരി ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 1 2 3 4 5 6 7 12 13 10 13 ഐറ്റംസ്, ചോറും കൂടെ കൂട്ടി 14 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാം. നമുക്ക് അപ്പത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ വന്നിട്ട് ഫ്ലേവർ ഫീസ്റ്റേ നിന്ന് കഴിച്ചത് അച്ചായൻസ് മീലാണ് ഞാൻ കഴിച്ചത്. ഏകദേശം ഒരു 10-12 ഐറ്റം ഉണ്ട്, ചോറും എല്ലാം കൂടെ കൂട്ടിയിട്ട്. അതുപോലെ സുമി കഴിച്ചത് ഫിഷ് മീൽസ് ആയിരുന്നു. നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇരിക്കാൻ വേണ്ടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം നല്ലൊരു പാർട്ടിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് വലിയൊരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇരിക്കാൻ വേണ്ടി സ്പേസ് ഒക്കെ ഉണ്ട്. ഇൻറ്റീരിയർ ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, പലർക്കും പല ടേസ്റ്റാണ്. എല്ലാവരും വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.